എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ കാക്കത്തലേന് അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ആ കാട് മുഴുവൻ അവന്റെ ഷാഡോ പവറുമായിട്ട് അങ്ങനെ നടക്കും. അപ്പൊ അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ഷോജി പയ്യന്റെ കൈ അതേതോ ഒരു വില്ലൻ ഇപ്പൊ വെട്ടിക്കളയും. പക്ഷെ കുഴപ്പമില്ല, അവന്റെ കൈക്ക് റീജനറേറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അത് വീണ്ടും ഇപ്പൊ പതിയെ വളരാൻ തുടങ്ങും. കാക്കത്തലയൻ അവൻ ആ കാട് മുഴുവൻ ഓടി നടക്കാണ്. എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ടാ ഉറപ്പായിട്ടും അവന്റെ ഡാർക്ക് ഷാഡോ അതാ സൗണ്ട് ഉണ്ടാക്കിയവനെ തല്ലി കൊന്നുകളയും. കാക്കത്തലയൻ എന്താ ചെയ്യേണ്ടെന്നറിയാതെ ഇപ്പൊ ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. കാക്കത്തലയൻ അവൻ വിളിച്ചു പറയും, ദയവ് ചെയ്ത് എന്നെ ആരെങ്കിലും രക്ഷിക്ക്. ആക്ച്വലി കാക്കത്തലയനെ രക്ഷിക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അവനെ തിരികെ അവരുടെ ഹോസ്റ്റലിൽ എത്തിക്കണം, അല്ലെങ്കിൽ ഒരുപാട് തീ അതാവശ്യമാണ്. കാക്കത്തലയന്റെ വിളിയും നിലവിളിയും കേട്ട് ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ ഹീറോയ്ക്ക് എത്രയും പെട്ടെന്ന് ചപ്പറത്തലേനെ അവനെ സേഫ് ആക്കി നിർത്തണം. പക്ഷെ കാക്കത്തലേനെ അവനെ ഉപേക്ഷിച്ചു പോകാനായിട്ട് അവന്റെ മനസ്സ് അനുവദിക്കുന്നുമില്ല. കാക്കത്തലേനെ വിട്ടിട്ട് പോയാ ഉറപ്പായിട്ടും അവന്റെ കാര്യത്തിൽ തീരുമാനാവും. നമ്മുടെ ചെക്കൻ അവൻ ഒരുപാട് നേരം ആലോചിച്ച് ഇപ്പൊ കാക്കത്തലേനോട് സോറി പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ചപ്പറത്തലേനെ ആ ഒരു വില്ലൻ അവന്റെ ബ്ലേഡ് പവർ വെച്ച് വീണ്ടും വീണ്ടും അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ടോഡ്രോക്കി അവൻ ചാടി ഓടി ഇടയിൽ കയറി വില്ലൻ ഓരോ തവണ അവന്റെ ബ്ലേഡ് പവർ ഉപയോഗിക്കുമ്പോഴും ടോഡ്രോക്കി അവന്റെ ഐസ് പവർ ഉപയോഗിച്ച് അതിനെല്ലാം തന്നെ ഇപ്പൊ തടഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ടോഡ്രോക്കി പയ്യൻ ഓൾമോസ്റ്റ് അവന്റെ റൈറ്റ് ഹാൻഡിലെ പവർ, അതായത് ഐസ് പവർ, അത് മുഴുവനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു. അവന്റെ ലെഫ്റ്റ് ഹാൻഡിലെ പവർ, ഫയർ പവർ, അതുപയോഗിച്ച ആ കാട് മുഴുവൻ തീ പിടിക്കും. അതുകൊണ്ട് തന്നെ അവൻ എങ്ങനെയൊക്കെയോ കൺട്രോൾ ചെയ്ത് ആ വില്ലനെ ഓടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ചപ്പറത്തലേനും അവന്റെ ഫയർ പവർ ഉപയോഗിക്കാൻ കഴിയാതെ ആകെ ടെൻഷൻ അടിച്ച് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് കൂലങ്കക്ഷമായിട്ട് ആലോചിക്കും. അപ്പൊ അതേ സമയത്ത് എന്തോ ഒരു വലിയ ശബ്ദം അവര് രണ്ടുപേരും കേൾക്കും. അവരതാരാണെന്ന് കാതോർക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഇസുക്കു പയ്യൻ. ഹീറോയുടെ ശബ്ദം കേട്ട് ഇപ്പൊ കാക്കത്തലയൻ അവന്റെ പിന്നാലെ ഓടും. അത് കണ്ട് വില്ലന് അവനൊന്നും മനസ്സിലാവില്ല. ആക്ച്വലി ഹീറോ കാക്കത്തലേനെ വില്ലന്റെ തൊട്ടടുത്തെത്തിച്ച് കൺട്രോള് പോയ കാക്കത്തലേനെ കൊണ്ട് വില്ലനെ തല്ലി കൊല്ലിക്കാനാണ് വമ്പം പ്ലാനൊക്കെ ഇട്ട് ഇപ്പൊ അവിടേക്ക് കൊണ്ടുവരുന്നത്. ഡാർക്ക് ഷാഡോ പവർ അതിപ്പോ വില്ലന്റെ തൊട്ടടുത്തെത്തും. പക്ഷെ വില്ലൻ അവന് കാര്യം മനസ്സിലാവാതെ ഇപ്പൊ ചാടിത്തുള്ളി നമ്മുടെ കാക്കത്തലേനെ അറ്റാക്ക് ചെയ്യും. അതിന് കാക്കത്തലേന്റെ ഡാർക്ക് ഷാഡോ പവർ അത് ഫുൾ കൺട്രോൾ പോയി വില്ലന്റെ ബ്ലേഡും വില്ലനെയും ഒരുമിച്ച് അടിച്ചു പരത്തി ഇപ്പൊ ചപ്പാത്തിയാക്കി മാറ്റും. അത് കഴിഞ്ഞ് ഇസുക്കു പയ്യൻ ഇപ്പൊ ചപ്പറത്തലേനോട് പറയും അവന്റെ ഫയർ പവർ അത് പുറത്തെടുക്കാൻ. എന്നിട്ട് ആ ഒരു പവറിനെ അതിനെ കൺട്രോൾ ചെയ്യാൻ ടോഡ്രോക്കി റെഡിയാക്കി നിർത്തും. ഫയർ വന്നുടൻ ഇപ്പൊ ടോഡ്രോക്കി അത് സ്പ്രെഡ് ആവാതെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യും. ഫയർ കാണുമ്പോ കാക്കത്തലയൻ കൂളായിട്ട് അവന്റെ ഷാഡോ പവറിനെ അതിനെ കൺട്രോൾ ചെയ്യും. നോർമൽ ആയ ശേഷം കാക്കത്തലയൻ, ഐ എം സോറി, ഞാൻ കാരണം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അതിന് ഹീറോ പറയും, ഒരിക്കലുമില്ല, നീ കാരണമാണ് ഇപ്പൊ ടോഡ്രോക്കിയെയും ചപ്പറത്തലേനെയും നമുക്ക് തിരികെ കിട്ടിയത്. ഹീറോ പറയും, വില്ലന്മാരുടെയും അത് നമ്മുടെ ചപ്പറത്തലേനാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ 3 പേരും ചേർന്ന് സേഫായി അവനെ ഹോസ്റ്റലിൽ എത്തിക്കണം. കാട്ടിലിപ്പോ എത്ര വില്ലന്മാര് ബാക്കിയുണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഹീറോ വമ്പൻ പ്ലാനിംഗ് ഒക്കെ നടത്തി അവര് 2 ടീമായി പിരിഞ്ഞ് ഇപ്പൊ ചപ്പറത്തലേനെ നടുക്ക് നിർത്തി മുൻപോട്ട് നടക്കും. ചപ്പറത്തലേനാണെങ്കിൽ അത് തീരെ ഇഷ്ടപ്പെടില്ല. അവൻ ഒരുപാട് ദേഷ്യപ്പെട്ട് പൊറുപുറത്തൊക്കെ ആയിരിക്കും മുൻപോട്ട് നടക്കുക. കട്ട് ചെയ്താ ഇവിടെ ഡോർ പെണ്ണും നമ്മുടെ പ്രോഫി പെണ്ണും അവർ രണ്ടുപേരും പേടിച്ച് വിറച്ച് അങ്ങനെ ഇരിക്കുകയാണ്. കാരണം പ്രോഫിക്ക് ഇപ്പൊ നല്ല രീതിയിൽ പരുക്കുപറ്റി. അവർ രണ്ടുപേരും ആ വില്ലത്തിയെ നോക്കി അങ്ങനെ നിൽക്കും. വില്ലത്തി വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ പാഞ്ഞെടുക്കും. ഉടനെ പ്രോഫി അവള് ഡോറ പെണ്ണിനെ തൂക്കിയെടുത്ത് കറക്കി ഒരൊറ്റ ഏറ് അവള് ഡോറയോട് വിളിച്ചു പറയും, നീ എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിലെത്തി മാസ്റ്ററിനെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറയും. വില്ലത്തി ഇപ്പോ പ്രോഫി പെണ്ണിന്റെ ബ്ലഡ് അത് വലിച്ചെടുക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും വമ്പൻ ടിസ്റ്റോട് കൂടെ നമ്മുടെ ഡോറ പെണ്ണ് അവള് ചാടി വീഴുക. അതുകൊണ്ട് പ്രോഫി പെണ്ണ് അവള് ഷോക്കാവും. ഡോറ വില്ലത്തിയുടെ കൈ പിടിച്ച് തിരിച്ച് അവളെ മടക്കി ലോക്ക് ചെയ്യും. പക്ഷെ വില്ലത്തി അവൾ സിമ്പിൾ ആയിട്ട് ആ ലോക്കിൽ നിന്ന് പുറത്തു വരും. ഡോറയ്ക്ക് കലി കയറി പഞ്ച് മാസ്റ്റർ പഠിപ്പിച്ചു കൊടുത്ത ഫുൾ പഞ്ചും അവൾ ആ വില്ലത്തിക്ക് നേരെ പ്രയോഗിച്ച് അവളെ തട്ടി താഴെയിടും. എന്നിട്ട് അവളുടെ പുറത്ത് കയറിയിരുന്ന് അവളെ അനങ്ങാൻ പറ്റാതെ ലോക്ക് ചെയ്ത് പിടിക്കും. പക്ഷെ വില്ലത്തി അവള് നൈസായിട്ട് ഇപ്പൊ ഡോറ പെണ്ണിന്റെ കാലിൽ നിന്ന്
ബ്ലഡ് എടുക്കാൻ തുടങ്ങും. അപ്പൊ കറക്റ്റ് സമയത്ത് ഇസുക്കു പയ്യനും ടീമും അവരവിടേക്ക് വരും. അവരെ കണ്ടുടനെ ഇപ്പൊ വില്ലത്തി അവള് പേടിച്ചു വിറച്ച് അവിടുന്ന് ഓടും. കുറെ മുൻപോട്ട് ഓടി അവൾ ഇസുക്കു പയ്യനെ ഇപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കും. നമ്മുടെ ചെക്കന്റെ ഭംഗി ആസ്വദിച്ച് അവള് വീണ്ടും ഇപ്പൊ മുൻപോട്ട് ഓടിപ്പോവും. ഹീറോ പറയും, നമ്മൾ ആരും തനിച്ചു നിൽക്കാൻ പാടില്ല, എല്ലാവരും ടീമായിട്ട് സേഫ് ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്റ്റലിലേക്ക് എത്തണം. അവരങ്ങനെ തിരികെ ഹോസ്റ്റലിലേക്ക് പോകാൻ നോക്കുമ്പോഴായിരിക്കും ചപ്രത്തലയൻ അവനെ കാണാനുണ്ടാവില്ല. അവര് ടെൻഷനായിട്ട് ഇപ്പൊ ചുറ്റും നോക്കും. അപ്പ അവര് കാണും മരത്തിന്റെ മുകളില് ഒരു മജീഷ്യൻ മോൺസ്റ്റർ അവനവന്റെ പവർ ഉപയോഗിച്ച് ചപ്രത്തലേനെ ഒരു ബോളാക്കി മാറ്റി അവന്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഹീറോ വിളിച്ചു പറയും, നിനക്ക് ജീവൻ വേണമെങ്കിൽ അവനെ തിരിച്ചു തന്നോ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഇടിച്ച് സൂപ്പാക്കും. അപ്പൊ ടോഡ്രോക്ക് പറയും, നമ്മുടെ കാക്കപ്പയ്യൻ അവനെയും കാണുന്നില്ല. ഒരു പക്ഷേ ഈ വില്ലൻ കാക്കപ്പയ്യനെയും അതുപോലൊരു ബോളാക്കി അവന്റെ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ആൾക്കാർ അവന് നേരെ ഓടും. പക്ഷെ അപ്പോഴേക്കും അവൻ ചാടി ഓടി ഒരുപാട് ദൂരത്തേക്ക് ഇപ്പൊ പതിയെ മറഞ്ഞു പോവും. വില്ലന്മാരെല്ലാവരും അവരുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരും. ഇസുക്കു പയ്യനും ടീമും അവർക്ക് നഷ്ടമായ അവരുടെ 2 ഫ്രണ്ട്സിനും വേണ്ടി ആ കാട് മുഴുവൻ ഇപ്പൊ അലഞ്ഞു തിരിയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത 2 വില്ലന്മാര് അവര് പരസ്പരം എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിച്ച് മുൻപോട്ട് വരും. അവരുടെ തൊട്ട് മുൻപിലായിട്ട് പ്രിൻസസ് അവള് പേടിച്ചു വിറച്ച് ശ്വാസം മുറുക്കി പിടിച്ച് അങ്ങനെ ഇരിക്കും. അവര് നടന്ന് അവളുടെ തൊട്ടടുത്തെത്തുമ്പോഴേക്കും ബി ഡിവിഷനിലുള്ള ഏതോ ഒരു സ്റ്റുഡന്റ് ആരോ രക്ഷിച്ചുകൊണ്ട് ഹൈ സ്പീഡില് മുൻപോട്ടോടും. അത് കണ്ട വില്ലന്മാര് അവനെ പിടിച്ചു വലിച്ച് അവരുടെ പവർ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ പെട്ടെന്ന് ആ ഒരു വില്ലൻ അവൻ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തി ഇപ്പൊ തിരികെ പോവും. ഇവിടെ ബി ഡിവിഷനിലെ പയ്യൻ അവൻ ആക്ച്വലി രക്ഷിച്ചത് അത് മറ്റാരെയല്ല, മോമോ പെണ്ണിനെയാണ്. അവൾക്ക് മനസ്സിലാവും അവർക്ക് ആരെയോ കിട്ടിയിട്ടുണ്ട്. അവരുടെ മിഷൻ അത് കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് നമ്മളെ കൊല്ലാതെ അവൻ തിരികെ പോയത്. അവൾ ഉടനെ ഒരു ഡിവൈസ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കും. ആക്ച്വലി ഇവന്റെ പവർ എന്തെങ്കിലും മെറ്റൽസ് അത് വെൽഡ് ചെയ്യുക എന്നതാണ്. അവൻ ആ ഡിവൈസ് എടുത്ത് ഇപ്പൊ പതിയെ ആ ഒരു പച്ച വില്ലന്റെ പിന്നാലെ പോയി അവന്റെ ബോഡിയിൽ അവൻ പോലും അറിയാതെ ഇപ്പൊ വെൽഡ് ചെയ്ത് വെക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പൂച്ച പെണ്ണുങ്ങള് അവരാ വില്ലന്മാരുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. അപ്പൊ അതേ സമയത്ത് ആ ബ്ലാക്ക് ഹോൾ വില്ലൻ അവൻ അവിടേക്ക് വരും. ഇവിടെ ഹീറോയിൻ ടീംസും എങ്ങനെയെങ്കിലും ആ മാജിക് വില്ലൻ അവനെ പിടിക്കാനായിട്ട് ഇപ്പൊ ഉഷാറായിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവന്റെ ആണെങ്കിൽ ഒരു പൊടി പോലും കാണാനുണ്ടാവില്ല. ഉടനെ ഇസുക്കു പയ്യന് അവനൊരു ബുദ്ധി വിളിച്ചുണ്ടാവും. അവൻ പറയും, ഡോറ പെണ്ണ് അവളുടെ പവർ ഉപയോഗിച്ച് ഞങ്ങളെ 3 പേരെയും 0 ഗ്രാവിറ്റിയിലാക്കണം. ആ സമയത്ത് പ്രൊഫി അവളുടെ നാവ് ഉപയോഗിച്ച് ഞങ്ങളെ 3 പേരെയും വലിച്ചെറിയുകയാണെങ്കിൽ ഞൊടിയിടയിൽ അവനെ കണ്ടുപിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അങ്ങനെ വമ്പം പ്ലാനൊക്കെ ഇട്ട് ഇപ്പൊ പ്രൊഫി ആവട്ടെ അവളുടെ നാവ് വെച്ച് അവരെ 3 പേരെയും ചുരുട്ടി വലിച്ചങ്ങോട്ട് എറിയും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത വില്ലന്മാരെല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്ത് ഒത്തുകൂടും. അപ്പ ബ്ലഡ് കളക്ട് ചെയ്യുന്ന വാമ്പയർ പെണ്ണ് അവള് പറയും, എനിക്കൊരു ചെക്കനെ വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടായി. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഹീറോയാണ്. അവളങ്ങനെ നാണം കുടുങ്ങി ഓരോ കാര്യങ്ങൾ പറയുന്ന അതേ സമയത്ത് നമ്മുടെ 3 ആൾക്കാരും പറന്നു വന്ന് വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.